നമസ്കാരം. നമ്മുടെ ഡോക്ടറിലേക്ക് സ്വാഗതം. ENT വിഷയങ്ങളാണ് ഇന്ന് നമ്മുടെ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. അതിൽ പ്രധാനമായും കേൾവി കുറയലും അതിൻ്റെ നൂതന ചികിത്സകളുമാണ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നമ്മളൊപ്പം സംസാരിക്കാനുമായി കോഴിക്കോട് അസെൻറ്റ് ENT ഹോസ്പിറ്റലിലെ സീനിയർ ENT കൺസൾട്ടൻറ്റ് ഡോക്ടർ ഷറഫുദ്ദീനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ ഈ കേൾവി പ്രശ്നങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. കൂടുതലും അത് നേരത്തെയല്ല ഈ പ്രായമായവരിലാണ് കേൾവി കുറയുന്നത് എന്ന്. പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാരിൽ പോലും ആ ഒരു ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പ്രധാനമായിട്ടുണ്ടാകുന്നത്? കേൾവിക്കുറവ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വലിയവരിൽ നിന്ന് പറഞ്ഞു സാധാരണ വയസ്സായിട്ടുള്ള കേൾവിക്കുറവുണ്ട്. പ്രസ്ബയോക്കോസിസ് എന്ന് പറയും. ഒരു 60 കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഞങ്ങൾ കണക്കുകൾ പ്രകാരം 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-ൽ ഒരാൾക്കെങ്കിലും ചെറിയ രൂപത്തിലൊരു കേൾവിക്കുറവുണ്ടാകും. പക്ഷേ അതൊരു പ്രായത്തിൻ്റെ കേൾവിക്കുറവാണ്. അത് കൂടാതെ കേൾവിക്കുറവ് കുട്ടികളിൽ, ജനിക്കുന്ന കുട്ടികളിൽ പോലും കേൾവിക്കുറവ് കാണുന്നുണ്ട്. അത് കണക്കുകൾ പ്രകാരം 5 കുട്ടികളിൽ 1000-ൽ 5 കുട്ടികളിൽ കേൾവിക്കുറവുണ്ട്. കേൾവിക്കുറവ് എന്ന് പറയുന്നത് ചെറിയ ഒരു വലിയ രൂപത്തിലുള്ള ബധിരത പോലുള്ള കേൾവിക്കുറവ് തന്നെ കുട്ടികളിൽ കാണുന്നുണ്ട്. പിന്നെ ചെറുപ്പക്കാരിൽ കേൾവിക്കുറവിന് ഇപ്പോൾ വലിയൊരു കാരണം നമ്മളുടെ റിക്രിയേഷണൽ സൗണ്ട്സും ഹൈ വോളിയം സൗണ്ട്സും മൊബൈൽ ഫോണും ഇതേപോലെയുള്ള ഹെഡ്സെറ്റുള്ള ഉപയോഗങ്ങളും അതേമാതിരി പിന്നെ ഒക്യുപ്പേഷണൽ പല ജോലികളും പിന്നെ ടൈൽസ് ഇതേമാതിരി വെരി ലൗഡ് നോയ്സിൻ്റെ അവർ നിരന്തരമായിട്ട് കേൾക്കുന്നതാണ്. പിന്നെ നമ്മൾ റോഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സ് ഇവരുടെയൊക്കെ കാര്യം സത്യം പറഞ്ഞാൽ അവർ എത്രയും മണിക്കൂറുകളോളം ഈ ലൗഡ് സൗണ്ടുകൾ കേട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇതൊക്കെ ഈ ഒരു കാറ്റഗറി മാറ്റി നിർത്തുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖങ്ങളായിട്ടുണ്ട് വരുന്നത്. ചെവിയിലുള്ള ഇൻഫെക്ഷനുകൾ, പ്രത്യേകിച്ച് കണക്കുകൾ പ്രകാരം എനിക്ക് തോന്നുന്നു 36 crores 36 കോടി ആളുകൾക്ക് ലോകത്തിൽ ഡിസേബിളിങ് ഹിയറിംഗ് ലോസ് ഉണ്ട്. 36 crores. ഡിസേബിളിങ് ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ഡെസിബൽ, ഞങ്ങളുടെ ഒരു ഡെസിബൽ വെച്ചിട്ടാണ് ഈ സൗണ്ട് അളക്കുന്നത്. അപ്പോൾ ഈ ഓഡിയോഗ്രാമിൽ നമ്മൾ ഡെസിബൽ വെച്ചിട്ട് പറയുമ്പോൾ 40 ഡെസിബൽ കേൾവി കുറവുള്ള ആളുകൾ 36 കോടിയോളം ജനങ്ങളുണ്ട്. അതിൽ 33 കോടി ആളുകൾ ഗ്ലോബലി ഇൻഫെക്ഷൻ കൊണ്ടാണ്. പ്രത്യേകിച്ച് മിഡിൽ നമ്മുടെ കൺട്രീസ്, മിഡിൽ ഇക്കണോമിക് ലെവലിലുള്ള കൺട്രീസിലാണ്, അല്ലെങ്കിൽ പുവർ ഇക്കണോമിക് കൺട്രീസിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ കേൾവിക്കുറവ് കുട്ടികളിലുണ്ട്. ജന്മനാ ഉണ്ടാവുന്ന കേൾവിക്കുറവ് പലപ്പോഴും ഇപ്പോൾ പലപ്പോഴും ഇമ്മ്യൂണൈസേഷന് കുറേ ആളുകൾ വിട്ടു നിൽക്കുന്നുണ്ട്. ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പല അസുഖങ്ങളും തടയാൻ പറ്റുന്നതാണ്. അതിൽ ഏറ്റവും വലുതാണ് ഒരു കേൾവിക്കുറവ്. കേൾവിക്കുറവ് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഇമ്മ്യൂണൈസേഷൻ, ഗർഭിണികളാവുന്ന സമയത്ത് അവർക്ക് കിട്ടേണ്ട ഇമ്മ്യൂണൈസേഷൻ, അത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് പലതരം അസുഖങ്ങളും അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ മംസ കേൾവിക്കുറവുണ്ടാക്കും, റുബെല്ല കേൾവിക്കുറവുണ്ടാക്കും, മീസിൽസ് കേൾവിക്കുറവുണ്ടാക്കും. അപ്പോൾ ഇത്തരം വാക്സിനേഷനുകൾ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ കേൾവിക്കുറവുണ്ടാകും. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ കുട്ടികളിൽ കാണുന്ന ശ്രദ്ധക്കുറവ്, പലപ്പോഴും സ്കൂൾ ഏജിൽ കാണുന്ന കുട്ടികൾ കാണുന്ന ശ്രദ്ധക്കുറവ്, അത് ഈ വിട്ടുമാറാത്ത ജലദോഷം, മൂക്കടപ്പ്, ഇതെല്ലാം അഡിനോയിഡ് എന്ന് പറഞ്ഞ ഒരു ദശ, ടോൺസിൽ പോലത്തെ ഒരു ഗ്രന്ഥി മൂക്കിൻ്റെ പുറകിൽ അടഞ്ഞു നിന്ന് അത് ചെവിയിലോട്ടുള്ള വെൻറ്റിലേഷൻ ബ്ലോക്ക് ചെയ്തിട്ട് ചെവിയുടെ ഉള്ളിൽ മധ്യകർണത്തിൽ ഫ്ലൂയിഡ് വന്ന് ഒരുതരം ഗ്ലൂ പോലത്തെ പശ പോലത്തെ ഒരു നീര് വന്ന് നിറഞ്ഞിട്ടാണ് കേൾവിക്കുറവുണ്ടാകുന്നത്. അപ്പോൾ പലപ്പോഴും ടീച്ചർക്ക് തോന്നും കുട്ടിക്ക് ശ്രദ്ധ കുറവാണ്, വീട്ടിൽ വിളിച്ച ശ്രദ്ധ കുറവാണ്, TV-യുടെ വോളിയം കൂടുതൽ വെക്കും. ഇതൊക്കെ കേൾവിക്കുറവിന് കാരണമാണ്. പിന്നെ നോയ്സ് എക്സ്പോഷറിന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, പിന്നെ ചിലതരം മെഡിസിൻസ്, പ്രത്യേകിച്ച് ക്യാൻസറിന് ഉപയോഗിക്കുന്ന ചില മെഡിസിൻസുകൾ, ചിലതരം ആൻറ്റിബയോട്ടിക്കുകളൊക്കെ കേൾവിക്കുറവുണ്ടാക്കും. അപ്പോൾ കേൾവിക്കുറവിനുള്ള കാരണങ്ങൾ നിരവധിയാണ്. ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം 466 മില്യണേറ്റ ആളുകൾക്ക് ഇന്ന് കേൾവി 2018. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ബൈ 2050 ആകുമ്പോഴേക്ക് ഇത് ഡബിളാവും. 900 മില്യൺ ആളുകൾക്ക് കേൾവിക്കുറവ് വരും. അത് കണക്കുകൾ പ്രകാരം 10-ൽ ഒരാൾക്ക് കേൾവിക്കുറവുണ്ടാകും 2010, 2050. ഇപ്പോൾ ബാലുശ്ശേരിയിൽ നിന്ന് പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു കോളറുണ്ട്. പ്രഭാകരൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ പ്രഭാകരൻ, പറയൂ. വലത്ത് ചെവിയിൽ മൂളിച്ച ശബ്ദമുണ്ട്. ടെസ്റ്റ് കഴിഞ്ഞാണ് ഞരമ്പ് കുറച്ച് കംപ്ലൈന്റ് ആണ് പറഞ്ഞത്. എത്ര കാലമായിട്ടുണ്ട് മൂളിച്ച തുടങ്ങിയിട്ട്? കേൾവിക്കുറവുണ്ടോ? കേൾവിക്കുറവ് ചെറിയ വലത് ചെവിക്ക് കുറച്ചുണ്ട്. കുറച്ച് എന്ന് പറഞ്ഞാൽ പിന്നെ ചെറിയ തോതിൽ ടെസ്റ്റ് ചെയ്തപ്പം മറ്റേ ചെവിയേക്കാൾ കുറവാണ്. തലകറക്കുണ്ടോ? തലകറക്കുണ്ട്. തലകറക്കത്തിന്റെ കൂടെ ഛർദിയൊക്കെ ഉണ്ടാവാറുണ്ടോ? ഛർദിയില്ല. ഛർദിയൊന്നുമില്ല. അപ്പോൾ തലകറക്കുണ്ട്, കേൾവിക്കുറവുണ്ട്, ചെവിയിൽ മൂളിച്ചുണ്ട് അല്ലേ?
സാധാരണഗതിയിൽ ഒരു ഞരമ്പിന്റെ കംപ്ലൈന്റ് ഉണ്ടെന്നാ ഡോക്ടർ പറഞ്ഞു. സാധാരണഗതിയിൽ ഈ 3 ലക്ഷണങ്ങളും ഉണ്ടാകുന്ന ഒരു അസുഖം കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന മീനിയേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. മീനിയേഴ്സ് ഡിസീസ്. ഈ മീനിയേഴ്സ് ഡിസീസിൽ പിന്നെ തലകറക്കം, കേൾവിക്കുറവ്, അതോടൊപ്പം ഈ മൂളൽ, ഈ 3 പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അതിനുള്ള കുറച്ച് മെഡിക്കേഷൻസ് ഉണ്ട്, മരുന്നുകൾ. അത് ആദ്യം വേറൊന്നും അല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു MRI സ്കാനിങ് എടുക്കേണ്ടി വരും. പിന്നെ കേൾവി ഇത് മീനിയേഴ്സ് ഡിസീസ് തന്നെ ആണ് എന്നുള്ളത് ഞങ്ങൾക്ക് ടെസ്റ്റുകൾ വഴി കണ്ടെത്തേണ്ടി വരും. എന്നിട്ട് ഈ മരുന്നുകൾ കൊണ്ട് കുറവ് ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റേതായ വേറെ ചികിത്സകളുണ്ട്. അതായത് ഈ തലകറക്കാണ് കൂടുതൽ ശല്യമെങ്കിൽ ചെവിൻ്റെ ഉള്ളിലോട്ട് ഇഞ്ചക്ഷൻ ചികിത്സകളുണ്ട്. പിന്നെ ഇന്നിപ്പോൾ അതിന് വളരെ നൂതനമായൊരു സർജറി ഉണ്ട്, മിറ എന്ന് എന്നൊരു സർജറി ഉണ്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ അത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് അസുഖമെങ്കിൽ ഈ മൂളൽ വിട്ടു പോകാൻ കുറച്ച് വിഷമമായിരിക്കും. അപ്പോൾ പിന്നെ ബാലകൃഷ്ണനല്ലേ പറഞ്ഞ് പ്രഭാകരൻ അപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ENT സർജനെ കാണിച്ച് ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു MRI സ്കാനിങ് എടുത്തിട്ട് ഈ അസുഖം തന്നെയാണ്, മറ്റൊന്നും അല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അതിൻ്റെ തക്കതായ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ മൂളൽ കുറഞ്ഞു കിട്ടും. പക്ഷേ ബാക്കിയുള്ള തലകറക്കവും കേൾവിക്കുറവിനുള്ള ചികിത്സകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. വളരെ നന്ദി നമ്മുടെ ഡോക്ടറിലേക്ക് വിളിച്ചതിന്. ഡോക്ടർ, മറ്റൊരു സംശയം, നമ്മുടെ ENT എന്ന് പറയുമ്പോൾ ഇയർ, നോസ്, ത്രോട്ട്, ഇത് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഈ കർണപടത്തെ ബാധിക്കുമോ? ഇത് പരസ്പരം കണക്ട് ചെയ്ത് കൊടുക്കും. സത്യത്തിൽ ഈ ഒരു ഫ്രാക്ടൻ, ഈ സ്പെഷ്യാലിറ്റി തുടങ്ങിയ സമയത്ത് ENT ആയിരുന്നു, ഐ, ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. ഓഫ്താൽമോളജി ഗ്രൂപ്പ് പിന്നെ ഇതുമായിട്ട് വേറിട്ട് പോയി അവരുടേതായ ഒരു സ്പെഷ്യാലിറ്റി തുടങ്ങി. പക്ഷേ ENTയും ഇപ്പോൾ ഞങ്ങൾ ഓട്ടോളജി എന്ന് മാത്രം എന്ന് പറഞ്ഞ് ചെവിയുടെ മാത്രം സ്പെഷ്യലിസ്റ്റ്, മൂക്കിൻ്റെ മാത്രം സ്പെഷ്യലിസ്റ്റ്, തൊണ്ടയുടെ മാത്രം സ്പെഷ്യലിസ്റ്റ്, ഇങ്ങനെ സബ് സ്പെഷ്യലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ENT ഇപ്പോഴും ഒരുമിച്ച് പറയാനും ENT സർജൻ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ ഒരു കൂട്ടം ഡോക്ടർമാർ അറിയപ്പെടാനും അങ്ങനത്തെ ഒരു ഡിഗ്രി കൊടുക്കാനും കാരണം ഡെഫിനറ്റ്ലി ഇതെല്ലാം ബന്ധപ്പെട്ടതാണ്. കാരണം മൂക്കിൻ്റെ പുറകിലൂടെ എത്തിക്കഴിഞ്ഞാൽ തൊണ്ട എത്തി, മൂക്കിൻ്റെ പുറകിലൂടെ 2 ട്യൂബുണ്ട്, യൂസ്റ്റേഷൻ ട്യൂബ്, അതുവഴി ഇയറും കണക്റ്റഡ് ആണ്, 2 വശം ഇയർ വഴി. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു അസുഖം ഒരു ഭാഗത്തുള്ള അസുഖം മറ്റേ ഭാഗത്തെ ബാധിക്കും. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്, കോഴിക്കോട് നിന്ന് ഫാത്തിമ. ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. എന്റെ മോക്ക് 14 വയസ്സാവാനായിട്ട്. പറയൂ. അവളെപ്പോഴും വിളിച്ചാലും വിളി കേൾക്കാത്തത് പോലെയാണ്. അപ്പം പിന്നെ എന്താ വിളിച്ച വിളിയൊക്കെ തന്നെ ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയൂ അധികവും. അപ്പൊ പിന്നെ രാത്രി ഈ യാത്രയൊക്കെ ചെയ്യുമ്പോ വലത്തേ ചെവി വേദന പറയാറ് കാണിച്ചപ്പോ പറഞ്ഞ് ജലദോഷത്തിന്റെ കാണുന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇങ്ങനെ കേൾക്കാനൊരു കുറവുള്ള മാതിരി തോന്നുന്നുണ്ട്. അതെന്താ ഡോക്ടറെ? അപ്പൊ ഫാത്തിമ പറഞ്ഞതനുസരിച്ചിട്ട് 14 വയസ്സുള്ള മോൾക്ക് ഇടയ്ക്ക് ചെവി വേദന ഉണ്ടാവുന്നുണ്ട്, ജലദോഷമുണ്ട്, കേൾവിക്കുറവ് സംശയമുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മൂക്കും ചെവിയായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഈ യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറഞ്ഞ ട്യൂബ് അടഞ്ഞിട്ട് നമ്മുടെ മധ്യകർണത്തിലൊരു നെഗറ്റീവ് പ്രഷർ വന്നിട്ട് അതിലൊരു ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യും, അതിലൊരു ഫ്ലൂയിഡ് കെട്ടിക്കിടക്കും. അപ്പോൾ ആ അസുഖമാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മൂക്കിലൊരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കണം, ചെവി നോക്കണം, ചെവിയുടെ അകത്ത് ഫ്ലൂയിഡ് ഉണ്ടോ എന്ന് നോക്കുന്ന ടിമ്പനോമെട്രി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യണം. പിന്നെ കേൾവിക്കുറവ് ഉണ്ടോ എന്ന് സംശയമല്ല, അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് 14 വയസ്സെന്ന് പറയുമ്പോൾ നമുക്ക് പ്യൂർട്ടോൺ ഓഡിയോഗ്രാം ചെയ്യാം, ഓഡിയോഗ്രാം എന്ന് പറഞ്ഞൊരു ടെസ്റ്റും ചെയ്യണം. അപ്പോൾ ഫാത്തിമ ഇവിടെ കാലിക്കറ്റ് നല്ലൊരു ENT ഡോക്ടറെ കണ്ടിട്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇത് അസുഖം എന്താണെന്ന് കണ്ടെത്താനും യഥാർത്ഥമായിട്ട് കേൾവിക്കുറവ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനും അതിന് തക്കതായ ചികിത്സ കൊടുക്കാനും പറ്റും തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഫാത്തിമ നല്ലൊരു ഡോക്ടറെ കാണിക്കും. ഇപ്പോൾ സൗദിയിൽ നിന്നൊരു കോളറുണ്ട്, സൗദി അറേബ്യയിൽ നിന്ന് ഹാരിസ് ഡോക്ടറോട് ചോദിച്ചോളൂ. ഹാരിസ് പറയൂ. ഹലോ ഡോക്ടർ. പറയൂ ഹാരിസ്. ഡോക്ടർ, എനിക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്താൽ വർത്താനം പറയുന്നത്. അപ്പോൾ എനിക്ക് വല്ലാത്ത വേദനയുണ്ട്. കൂടുതലും നമ്മൾ നിസ്കരിക്കുമ്പോ ഒക്കെ നമ്മൾ ഇതൊക്കെ ഓതുമ്പോ സൂറത്തൊക്കെ ഓതുമ്പോ നമുക്ക് ഭയങ്കര സ്ട്രെയിൻ ചെയ്താ ഞാൻ ഇത് ചെയ്യാറ്. അപ്പൊ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ചെവിക്ക് ഒരു പെട്ടെന്ന് അടച്ചിലുണ്ടാവും ചില സമയത്ത് ഇടതുവശത്ത്. ഇത് രണ്ടുമാണ് ഹാരിസിന്റെ പ്രശ്നം. അതുപോലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് ഈ ജലദോഷം ഇതുപോലുള്ളതൊക്കെ പെട്ടെന്ന് കയറി പിടിക്കും. പ്രത്യേകിച്ച് ഞാനിപ്പോ തായിഫിലാണ് ഉള്ളത്. തായിഫെന്ന് മക്കയൊക്കെ പോകുമ്പോൾ ഈ ചുരം ഇറങ്ങി പോകുമ്പോൾ നല്ല പെട്ടെന്ന് ചെവി അടഞ്ഞിട്ട് എനിക്ക് വല്ലാതെ വരും. അങ്ങനെ ഇടതുവശത്തിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറ്. അപ്പോ ആ ഒരു ഇപ്പോ സംസാരിക്കുമ്പോൾ ഞാൻ ഒരുപാട് ബലം പിടിച്ച വർത്താനം പറയുന്നത്. അപ്പൊ ഞാൻ ഒരു പ്രത്യേക ഇതായത് എനിക്ക് വർത്താനം പറയുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടാവും. എന്തുകൊണ്ട് അങ്ങനെ? എന്താ ജോലി എന്താണ് ഹാരിസിന്?
ഞാനിവിടെ ഒരു ഷോപ്പിൽ സെയിൽസ്മാനായിട്ട് വർക്ക്. കൂടുതൽ സംസാരം ഉണ്ടാവുമായിരിക്കും അല്ലേ? ഉണ്ട്. സംസാരം ഞാൻ കൂടുതൽ വോളിയത്തിലാണ് വർത്താനം പറയാറ്. അതന്നെ, നിങ്ങളുടെ ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ചെറിയൊരു എല്ലാരും എന്നോട് പറയും നീ സ്ട്രെയിൻഡ് ഒരുപാട് വോയിസ് strain ആണ്, വർത്താനം സ്ട്രെയിൻ പറയുന്നത് ചെയ്തത്. എന്നോട് പറയാറുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ അസുഖം എന്താണെന്നുള്ളതും അതിൻ്റെ കാരണം എന്താണെന്നുള്ളതും ആരിസൻ ഏകദേശം പറയുന്നുണ്ട്. നിങ്ങൾ ശരിയല്ലാത്ത രൂപത്തിലാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ തന്നെ പറയുന്നു ഞാൻ സ്ട്രെയിൻ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ സ്ട്രെയിൻ ചെയ്യുന്ന സംസാരം കൊണ്ട് ഉണ്ടാവുന്ന മസിൽ ടെൻഷൻ ഡിസ്ഫോണിയ എന്ന് പറയും ഞങ്ങൾ MTD. അപ്പോൾ പ്രോബബ്ലി അതായിരിക്കും നിങ്ങൾക്ക്. അത് ടൈപ്പ് 1 ടൈപ്പ് 2 2-3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് ടൈപ്പ് മസിൽ ടെൻഷൻ ഡിസ്ഫോണിയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ലാരിങ്കോസ്കോപ്പി, നമ്മളെ വോക്കൽ കോഡ് ഉണ്ടല്ലോ, സൗണ്ട് ബോക്സ്, ആ സൗണ്ട് ബോക്സ് വോക്കൽ കോഡ് എന്ന് പറയുന്ന 2 സ്വനനാഡികൾ, സ്വനതന്തുക്കൾ, അവ അനങ്ങുമ്പോഴാണ് നമ്മൾ ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിയല്ലാത്ത രൂപത്തിൽ ഓവർ സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കുന്ന ആളുകൾക്ക് ആ വോക്കൽ കോഡിൽ ചെറിയ തടിപ്പ് വരും, വോക്കൽ നോഡ്യൂൾസ് എന്ന് പറഞ്ഞ തടിപ്പ് വരും. ചിലപ്പോൾ വോക്കൽ കോഡ് അടിക്കുന്നതിന് പകരം അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഫോൾസ് കോഡ് ചിലപ്പോൾ വന്ന് കൂട്ടിയടിക്കും. അപ്പോൾ അതിനും ഞങ്ങൾ ഡിസ്ഫോണിയ പ്ലൈക്ക വെൻട്രിക്കുലാരിസ് എന്ന് പറയും. അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് മസിൽ ടെൻഷൻ ഡിസ്ഫോണിയാണ്. അതായത് പ്രോപ്പറായിട്ട് അല്ലാത്ത രൂപത്തിൽ നമ്മുടെ വോയിസ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വോക്കൽ കോഡ് സൗണ്ട് ബോക്സ് ഒരു എൻഡോസ്കോപ്പി ചെയ്ത് കാണണം. രണ്ടാമത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് വോയിസ് തെറാപ്പി ഉണ്ട്. ഇപ്പോൾ വോയിസ് തെറാപ്പിസ്റ്റുകൾ അതിന് വേണ്ട ടെക്നിക്കുകൾ, കുറച്ച് മസാജിങ് ടെക്നിക്കുകൾ, എങ്ങനെ നിങ്ങൾ വോയിസ് ഉപയോഗിക്കണം, പിന്നെ കുറച്ചൊരു ബ്രീത്തിങ് എക്സസൈസുകൾ, ഇതൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞ് നിങ്ങളുടെ സ്ട്രെയിൻ ചെയ്യാണ്ട് സംസാരിക്കാൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നല്ലൊരു ENT, പ്രത്യേകിച്ച് ത്രോട്ടിൽ സ്പെഷ്യലൈസ്ഡ് ENT ഡോക്ടറെ കാണിക്കാം. ഉണ്ട്. അത് എന്തായാലും ഉണ്ട്, ഉടനെ തന്നെ കാണിക്കുക കേട്ടോ. കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് പിന്നെ കൂടുതൽ മോശമാവുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ വേദന വരുമെന്ന് മാത്രമല്ല, പിന്നെ ഈ തടിപ്പ് കൂടി വന്നിട്ട് പിന്നെ അതിൽ വോക്കൽ കോഡ് പോളിപ്പൊക്കെ വരാം. അത് പിന്നെ സർജറി ഒക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ കുറച്ചൊരു എക്സസൈസുകളും അതോടൊപ്പം നിങ്ങളുടെ സംസാര രീതി ശരിയാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് റിലീവ്ഡ് ആവാം. അപ്പോൾ ആരിസ അവിടെ നല്ലൊരു ഡോക്ടറെ കാണിക്കും. ഞാൻ കൂടുതൽ സംസാരിക്കാൻ തുമ്മുമൊക്കെ ആണെങ്കിൽ ഒച്ച അടഞ്ഞു പോകും എനിക്ക്. അത് നിങ്ങളുടെ വോക്കൽ കോഡിൽ കൂടുതൽ സ്ട്രെയിൻ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വോക്കൽ കോഡിലെ സ്ട്രെയിൻ കുറക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നോക്കൂ, അത് പൂർണ്ണമായിട്ടും ശരിയാവും, തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ധൈര്യമായിട്ടിരിക്കും. ഡോക്ടർ, ഒരു കോളർ കൂടി ഉണ്ട് നമുക്ക്. രാജസ്ഥാനിൽ നിന്ന് നിഷാൽ എന്ന് പറഞ്ഞൊരു കോളറുണ്ട്. നിഷാൽ ചോദിച്ചോളൂ. നിഷാൽ പറയൂ. നമസ്കാരം സാർ. നമസ്കാരം. സാറേ, ഞാൻ രാജസ്ഥാനിലാണ് വിളിക്കുന്നത്. എന്റെ പേര് നിഷാല്. എന്റെ മകള് 8 വയസ്സാണ്. നമസ്കാരം സാറേ, ഞാൻ നിഷാലാണ് സംസാരിക്കുന്നത്. കേട്ടു നിഷാൽ, പറഞ്ഞു. 8 വയസ്സായിട്ടുണ്ട്. അവർക്ക് വിളിക്കുമ്പോ ചിലപ്പോ കേൾക്കില്ല. ഒരു 5-6 പ്രാവശ്യം വിളിക്കേണ്ടി വരും. അപ്പൊ അവള് പറയും പിന്നെ ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയും. അപ്പൊ ഞാൻ ആദ്യമൊക്കെ കുറെ അടിക്കുകയൊക്കെ ചെയ്ത്, ഇപ്പൊ പിന്നെ മനസ്സിലാവുന്നു എന്താന്നുള്ള മനസ്സിലാവുന്നില്ല സാർ. നിഷാലിൻ്റെ 8 വയസ്സുള്ള മോൾക്ക് കേൾവിക്കുറവാണ്. അത് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ട്. വളരെ സിമ്പിളാണ്, സ്ട്രെയിറ്റ് ഫോർവേഡാണ്. കുട്ടിക്ക് കേൾവിക്കുറവുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ ഞങ്ങളിവിടെ നേരത്തെ സംസാരിച്ച പോലെ ഈ മൂക്കിൻ്റെ പുറകിലുള്ള അഡിനോയിഡ് ഗ്രന്ഥി വലുതായിട്ടിരിക്കുമ്പോൾ ഈ ചെവിയിലേക്ക് ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് സാധാരണഗതിയിൽ നീർക്കെട്ട് വന്നിട്ട് കേൾവിക്കുറവുണ്ടാവും. അപ്പോൾ അവിടെയുള്ള നല്ലൊരു രാജസ്ഥാനിൽ അല്ലേ, അവിടെയുള്ളൊരു നല്ല ENT ഡോക്ടറെ കാണിച്ച് അത് മൂക്കിൻ്റെ പുറകിൽ ദശയുണ്ടോ, അതോടൊപ്പം ചെവിയിലേക്ക് നീർക്കെട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് ഏർലി സ്റ്റേജിലൊക്കെ നമുക്ക് ഒരു 3 മാസം മെഡിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് മാറ്റാൻ കഴിയും. അതുകൊണ്ട് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ, പിന്നെയും കേൾവി കുറവുണ്ട്, ഈ നീർക്കെട്ട് കുറയുന്നില്ലെങ്കിൽ പിന്നെ അതിന് ചെറിയ സർജറികളൊക്കെ ഉണ്ട്, മിരിങ്കോട്ടമി, ഗ്രോമറ്റ് ഇൻസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു രാജസ്ഥാനിൽ നല്ലൊരു ഡോക്ടറെ കാണിക്കും. ജയ്പൂരിൻ്റെ രാജസ്ഥാൻ അല്ലേ, ജയ്പൂരിൽ ഒരു ഡോക്ടർ സതീഷ് ജെയിൻ ഉണ്ട്, പുള്ളിനെ കൊണ്ടുപോയി കാണിക്കൂ. എന്തായാലും ഡോക്ടർ, നമുക്ക് വിശദമായ മറ്റ് സംശയങ്ങളുണ്ട്, കോളേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിലേക്കെല്ലാം വരാം ഇടവേളയ്ക്ക് ശേഷം. നമ്മുടെ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കേൾവിക്കുറവും നൂതന ചികിത്സയുമാണ്. വിഷയത്തിൽ സംസാരിക്കുവാനായി അസൻഡ് ENT ഹോസ്പിറ്റലിലെ സീനിയർ ENT കൺസൾട്ടൻറ്റ് ഡോക്ടർ ഷർഫുദ്ദീൻ വീണ്ടും ചേരുന്നു. ഡോക്ടർ, നമുക്ക് ആദ്യം തന്നെ ഒരു കോളറുണ്ട് പാലക്കാട് നിന്നും. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം. റസാഖ്. ഡോക്ടർ, എന്റെ ചെവിയില് കൂടെ അഴുക്ക് കെട്ടി കിടക്കുക. അപ്പൊ നമ്മളത് ചെവി ഉള്ളില് വിരലിട്ടാണ് ഇങ്ങനെ കളയുന്നുണ്ട്. അപ്പൊ ഞാൻ അടുത്ത് ഡോക്ടറെ കാണിച്ചിരുന്നു. അപ്പൊ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് നോർമലി അങ്ങനെ ഉണ്ടാവുന്നതാണ്. പിന്നെ നേർത്താണ് ഇരിക്കുന്ന, ചെറുപ്പത്തില് ചെവി വേദന, ചെവി പൊട്ടൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞു. അപ്പൊ ഇടയ്ക്ക് വല്ലപ്പോഴേക്ക് ചെവി വേദനയും വരാറുണ്ട്. അപ്പൊ എന്തെങ്കിലും അതിന് ട്രീറ്റ്മെന്റ്
ചെയ്യേണ്ടതുണ്ടോ എന്ന് അറിയാം. ചെവിയിൽ റസാക്ക് പറയുന്ന അഴുക്ക് ഇടയ്ക്കിടയ്ക്ക് കെട്ടുന്നു എന്നാണ് അല്ലേ? അതെ നിങ്ങൾ വിരലൊക്കെ ഇടയ്ക്ക് ഇട്ട് നോക്കാറുണ്ട് എന്നുള്ളത് അല്ലേ? അതെ അതെ. ചൊറിച്ചിലും ഉണ്ടാവും അല്ലേ? ചൊറിച്ചിലില്ല. ഇല്ല. ഡോക്ടർ കണ്ടപ്പോൾ ഇയർ ഡ്രമ്മിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞിരുന്നോ റസാക്കിൻ്റെ അടുത്ത്? കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് ഞാൻ യാത്രക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെവിയിൽ കാണാമല്ലോ, അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ചെവിയിൽ വാക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. നോർമൽ നമ്മളെ വായിൽ സലൈവെള്ള മാതിരി ചെവിയുടെ അകത്ത് ചെറിയൊരു വാക്സ്, അതായത് ചെപ്പി എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, അത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പക്ഷേ ചില ആളുകൾക്ക് അത് നോർമലി നമ്മളറിയാണ്ട് തന്നെ പുറന്തള്ളി പോകും. നമ്മുടെ ഈ ജോ മൂവ്മെൻറ്റ്സ് കൊണ്ടും പിന്നെ നോർമലി ഞങ്ങളൊരു എപ്പിത്തീലിയൽ മൈഗ്രേഷൻ എന്ന് പറയും. അതായത് നമ്മളറിയാണ്ട് നമ്മുടെ പുറംതൊലികൾ പോകുന്ന പോലെ ഈ പാമ്പ് അവരുടെ കവറിങ് അഴിച്ചു മാറ്റുന്നത് പോലെ നമ്മുടെ ഈ എപ്പിത്തീലിയം ഈ ചെപ്പിയൊക്കെ അറിയാണ്ട് പുറത്ത് പോകും, നമ്മളറിയാണ്ട് തന്നെ. പക്ഷേ ചില ആളുകൾക്ക് ഇതിൻ്റെ ഈ ഒരു ഇത് പ്രോപ്പറായിട്ട് ഈ ഫങ്ഷനിങ് നടക്കില്ല. അങ്ങനത്തെ ആളുകൾക്ക് ചെപ്പി കെട്ടിക്കിടക്കാനും അതിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടന്നിട്ട് ഇൻഫെക്ഷൻ വരാനും ഒക്കെ സാധ്യതയുണ്ട്. അത് ചില ആളുകൾക്ക് സത്യം പറഞ്ഞാൽ അത് കുറച്ച് കൂടുതലായിട്ട് എല്ലിൽ ദ്രവിച്ചു പോകുന്നവരെ വാക്സ് കെരറ്റോസിസ് എന്നൊക്കെ പറഞ്ഞ അസുഖം ഉണ്ടാവാറുണ്ട്. പക്ഷേ റസാക്കിൻ്റെ കേസിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ സിവിയർ പെയിൻ ഉണ്ടാവും, നല്ല വേദന ഉണ്ടായിട്ട് ഡോക്ടർ ചിലപ്പോൾ അനസ്തേഷ്യക്ക് തന്ന് വേണമെങ്കിൽ ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ കേസിൽ എനിക്ക് തോന്നുന്നു നിങ്ങളായിട്ട് ചെവിയിലൊന്നും പ്രോബ് ചെയ്യാണ്ടിരിക്കുക, നിങ്ങൾ വിരലിടാണ്ടിരിക്കുക. പലപ്പോഴും ഈ ഗ്ലാൻഡുകളിൽ നമ്മൾ വിരൽ കൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ വാക്സ് ഉണ്ടാവും, കൂടുതൽ കെട്ടിക്കിടക്കും. അപ്പോൾ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് അത് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ചെറിയ ക്രീം എന്തെങ്കിലും പുരട്ടാൻ തരും ഡോക്ടർ, അത് പുരട്ടുക എന്നുള്ളതല്ലാണ്ട് നമ്മൾ തന്നെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്ത് കൂടുതൽ തോണ്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചെപ്പി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ കൂടുതൽ ബ്ലോക്ക് ആവും, പിന്നെ ഇൻഫെക്ഷൻ വരും. അതിങ്ങനെ ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഹെഡ്സെറ്റ് ഒരു 10 മിനിറ്റ് കഴിച്ച് കഴിയുമ്പോഴേക്കും നല്ല ചെവിവേദന വരാറുണ്ട് 2 ദിവസമായി. അത് ആൾറെഡി ഇവിടെ ചെറിയൊരു നീർക്കെട്ട് ഇതൊക്കെ ഉള്ള ആളുകൾക്ക് ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ പെയിൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡോക്ടറെ കാണിച്ചിട്ട് അത് ബ്ലോക്ക് ആകുമ്പോൾ ക്ലീൻ ചെയ്യുക എന്നുള്ളത് തന്നെ അതിന് വഴിയുള്ളൂ. ശരി ഡോക്ടർ, നമുക്ക് മലപ്പുറത്തുനിന്ന് ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, എനിക്ക് ചെറുപ്പത്തിലെ ഇടത് ചെവിയിൽ നിന്ന് ഒലിപ്പുണ്ടായിരുന്നു, വാസനയോട് കൂടി. അപ്പോ പിന്നെ അന്നൊന്നും ഡോക്ടറെ കാണിക്കാൻ അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായതൊന്നും പറ്റിയില്ല, കുട്ടിക്കാലത്താണ്. പക്ഷെ ഞാനിപ്പോ 4-5 വർഷം മുമ്പ് പിന്നെ ഡോക്ടർ അത് മാറാതായപ്പോ ആരും കഞ്ഞൊക്കെ വെച്ചിട്ടായിരുന്നു കാണിച്ചിരുന്നത്. കഞ്ഞൊക്കെ വെച്ചിരുന്നു ചുവട്ടില്. പിന്നെ ഇപ്പൊ അടുത്ത 4-5 വർഷം മുമ്പ് പിന്നെ ENT ഡോക്ടറെ കാണിച്ചപ്പോ ഏകദേശം പാട 75% ചുവടിന്റെ ഉള്ളിൽ പാട പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചെറിയൊരു കേൾവിക്കുറവുണ്ട്. അപ്പൊ ഓപ്പർ സർജറി വേണമെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പൊ അത് പിന്നെ അതിന് ശരിക്കും അതിന്റെ മാർഗം കഴുത്തിന് അവിടെ നിന്ന് എടുത്തിട്ട് ചെയ്യണം എന്നാ പറഞ്ഞത്. കഴുത്തിന്റെ അങ്ങനെയാണ് ചെയ്യലെന്നൊരു പേടി. ചെവിയുടെ ഞാൻ പറഞ്ഞോട്ടെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോഴും ഫോണൊക്കെ ഉപയോഗിക്കുമ്പോ ചെറിയൊരു വേദനയൊക്കെ വരുന്നുണ്ട് ഈ വലത് ചെവിയിലേക്കുമ്പോ. സാധാരണഗതിയിൽ നമ്മുടെ ചെവിയുടെ ചെറുപ്പത്തിലുണ്ടാവുന്ന ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് ചെവിയുടെ പാട പോകാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കേസിലും അതുതന്നെയാണ്. ചെറുപ്പത്തിൽ ഇൻഫെക്ഷൻ വന്ന് ചെവിയുടെ പാടയുടെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു രണ്ട് സിംറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇടയ്ക്ക് നീര് വരിക, അതേമാതിരി കേൾവിക്കുറവ് വരിക, ഇടയ്ക്ക് വേദന വരിക, ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് സർജറി തന്നെയാണ്. സർജറി ചെയ്ത് പിന്നെ ആ ചെവിൻ്റെ പാട മാറ്റി വെച്ച് പുതിയ ചെവിൻ്റെ പാട വെച്ച് അതിൽ വല്ല ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കളഞ്ഞ ശേഷം പുതിയ പാട വെച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറും. അത് നിങ്ങൾ എന്തിനത്രയും പേടിച്ച് നടക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത് വളരെ അത്രയൊരു മേജർ സർജറി ഒന്നുമല്ല. വേണമെങ്കിൽ രാവിലെ സർജറി ചെയ്ത് വൈകുന്നേരം നിങ്ങൾക്ക് വീട്ടിൽ പോകാം. അത് പേടിക്കേണ്ട കാര്യമല്ല. നിങ്ങളത് പോയി അടുത്തുള്ള ഒരു നല്ല ENT സർജനെ കാണിച്ചിട്ട് അത് സർജറി ചെയ്ത് അത് മാറ്റണം. അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഹിയറിംഗ് ലോസ് കൂടും, കേൾവിക്കുറവ് കൂടും. കാരണം 75% നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമ്മളുടെ മധ്യകർണത്തിലെ അസ്ഥികളൊക്കെ മിക്കവാറും എക്സ്പോസ്ഡ് ആയിരിക്കും. ആ അസ്ഥികളൊക്കെ കുറേ കാലം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അസ്ഥികൾ ദ്രവിച്ചു പോയി കഴിഞ്ഞാൽ കേൾവിക്കുറവ് വീണ്ടും മോശമാവും. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ അത് ചെയ്ത് ശരിയാക്കുകയായിരിക്കും നല്ലത്. അത് പേടിക്കേണ്ട കാര്യമല്ല. അങ്ങനെ കഴുത്തുനിന്നൊന്നും എടുക്കില്ല. അത് ചെവിയുടെ പുറകിൽ നിന്ന് തന്നെ തൊലിയുടെ അടിയിൽ നിന്ന് ചെറിയൊരു ടിഷ്യൂ ആണ് നമ്മൾ ഈ പാട അടക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞങ്ങൾക്ക് ഒരു മാസം 60ഓളം സർജറി ചെയ്യുന്നുണ്ട്. 60 പേർക്ക് പാട വെക്കുന്നുണ്ട് ഞങ്ങൾ. സോ ഡോണ്ട് വെറി, പേടിക്കേണ്ട കാര്യമല്ല, ധൈര്യമായിട്ട് ചെയ്തോളൂ. നന്ദി ശ്രീനിവാസൻ. എങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ വെച്ചാൽ അത് വലിയൊരു സബ്ജക്റ്റാണ്. അതിനെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം 1 മണിക്കൂർ തുടർച്ചയായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ
അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 ഇയറും 2 ഇയറൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേൾവിയിൽ ഒരു 20-30% കേൾവി കുറവ് എന്തായാലും വരും. ഹൈ ഫ്രീക്വൻസി ഹിയറിംഗ് ലോസ് വരും. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഇതൊന്നും ഇല്ലെങ്കിലും പറ്റില്ല, അധിക ഉപയോഗം. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആൾറെഡി കേൾവിക്കുറവ് ഉണ്ടായതുകൊണ്ട് പരിമിതമാക്കുക. മൊബൈൽ ഫോൺ ലോ വോളിയത്തിൽ വെക്കുക. പലപ്പോഴും നമ്മളുടെയൊക്കെ സെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ വോളിയത്തിലായിരിക്കും മൊബൈൽ ഫോൺ, അത് പകുതി വോളിയത്തിൽ വെക്കുക. പിന്നെ കഴിഞ്ഞിടത്തോളം അടുത്ത് പിടിക്കാണ്ടിരിക്കുക, പിന്നെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. മെസ്സേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം മെസ്സേജ് ചെയ്യുക. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇതിൽ ഇലക്ട്രോമാഗ്നറ്റിക് പിന്നെ പ്രശ്നമാണ് ഈ മൊബൈൽ ഫോണിൽ വരുന്നത്. അതായത് ഹൈ ഫ്രീക്വൻസി കോക്ലിയയുടെ ഏറ്റവും താഴെ ഭാഗത്തുള്ള ഹെയർ സെൽസിന് ഡാമേജ് വരും, ബേസൽ ടേൺ ഓഫ് ദ കോക്ലിയ. പിന്നെ സാറേ ഈ ഓപ്പറേഷൻ ചെലവ് വരുന്ന അത് ഓരോ ആശുപത്രിയെയും സംബന്ധിച്ച് എന്താണ് പറയുക ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലവൊന്നും ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റും. മെഡിക്കൽ കോളേജിലൊക്കെ ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അല്ല നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ചെയ്യാം. അത് നമുക്ക് ഒരു ഹോസ്പിറ്റലിൻ്റെ ചാർജ് ആയിരിക്കില്ല മറ്റൊരു ഹോസ്പിറ്റലിൻ്റെ ഒരു ചാർജ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് പോയിട്ട് നല്ല ഡോക്ടറെ കൊണ്ട് ചെയ്യിക്കുക, അത്രയേ ഉള്ളൂ. വളരെ നന്ദി ശ്രീനിവാസൻ വിളിച്ചതിന്. നമുക്ക് ഒരു ഇടവേള കൂടി എടുക്കേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. നമ്മുടെ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, നമുക്ക് സമയപരിമിതി ഉണ്ട്, അതിന് അവസാനത്തെ ഒരു ചോദ്യം ചോദിക്കട്ടെ. നൂതന ചികിത്സകൾ ഇതിൽ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഈ കേൾവി കുറയലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ചികിത്സാ രീതികൾ ഏതെല്ലാമാണ്? കേൾവിക്കുറവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും നൂതന ചികിത്സ. അപ്പോൾ ചെറിയ കേൾവിക്കുറവൊക്കെ വെച്ചാൽ നമുക്ക് മെഡിസിൻസ് മതിയായിരിക്കും. ഈ നേരത്തെ പറഞ്ഞ പോലെ ചെവിയുടെ ഇയർ ഡ്രം ഹോളുണ്ട്, ഇയർ ഡ്രം ഡാമേജ് ആയിട്ടുണ്ട്, കേൾവിക്കുറവുണ്ടെങ്കിൽ സർജറി വേണ്ടി വരും. ഇപ്പോൾ ജന്മന കേൾക്കാത്ത ഒരു കുട്ടി, കേൾക്കാണ്ട് ജനിക്കുന്ന ഡഫായിട്ട് ജനിക്കുന്ന ഒരു കുട്ടിക്ക് ഇപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ, അത് നൂതനെന്ന് പറഞ്ഞുകൂടാ, 40 വർഷത്തോളമായിട്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം ഉണ്ട് ജനിക്കുമ്പോൾ കേൾവിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി. പിന്നെ മിഡിൽ ഇയർ ഇംപ്ലാന്റുകളുണ്ട്. അതായത് ഇപ്പോൾ ഹിയറിംഗ് എയ്ഡ് ശ്രവണ സഹായികൾ വെച്ചിട്ടും കേൾക്കാത്ത ആളുകൾക്ക് ആക്റ്റീവ് മിഡിൽ ഇയർ ഇംപ്ലാന്റ്സുകളുണ്ട്, പാസീവ് മിഡിൽ ഇയർ ഇംപ്ലാന്റ്സുകളുണ്ട്. അതായത് ഈ കേൾവിയുടെ അസ്ഥികളൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ടൈറ്റാനിയം കൊണ്ട് വെക്കാൻ പറ്റുന്ന പ്രോസസ്സുകളുണ്ട്. പിന്നെ ജന്മന ഇപ്പോൾ ചെവിയില്ലാത്ത കുട്ടികൾക്ക്, അതായത് മൈക്രോഷ്യ എന്ന് പറയും, ചെവിയുടെ ഒരു ആകൃതി ഇല്ലാത്ത കുട്ടികൾക്കുള്ള ബോൺ ബ്രിഡ്ജ്, വൈബൻ ബോൺ ബ്രിഡ്ജ് ഉണ്ട്, ബാഹ ഉണ്ട്. ഇതേപോലെ അതിനൂതനമായ ഇരിക്കുന്നൊരവസ്ഥ. പണ്ടൊക്കെ കേൾക്കാത്ത ആളുകളായിരുന്നു നമ്മൾ സമൂഹത്തിൽ, സംസാരിക്കാൻ പറ്റാത്ത ആളുകളുണ്ടായിരുന്നു. സംസാരിക്കാൻ പറ്റാത്ത ആളുകൾ അവർ സംസാരിക്കാണ്ടിരിക്കുന്നത് കേൾക്കാത്തത് കൊണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. കേൾവിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചികിത്സകളും ഇന്ന് ലഭ്യമാണ്. അതെല്ലാം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഞങ്ങളെല്ലാവരും ചെയ്യുന്ന സർജറിയാണ്. വളരെ നന്ദി ഡോക്ടർ. നമുക്ക് സമയപരിമിതിയുണ്ട്. എന്തായാലും കേൾവിക്കുറയലിനെ കുറിച്ചുള്ള വിഷയത്തെ പറ്റിയാണ് ഇന്ന് ഡോക്ടർ നമ്മോടൊപ്പം സംസാരിച്ചത്. കോഴിക്കോട് അസൻറ്റ് ENT ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷറഫുദ്ദീനാണ് നമുക്കൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചത്. വളരെയധികം നന്ദി ഡോക്ടർ. മറ്റൊരു വിഷയവുമായി വീണ്ടും അടുത്ത ദിവസം കാണാം. നമസ്കാരം.